ഇപ്പോൾ കോൺഗ്രസ് സഹയാത്രികൻ ബി റജി കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബി റജി, ഒരുപക്ഷെ എനിക്ക് ഏറ്റവും കൗതുകരമായി തോന്നിയത് ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തി. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു വന്ന ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണെന്ന് ചൂണ്ടിക്കാട്ടാൻ ഉദ്ദേശിക്കുകയാണ്. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി കഴിഞ്ഞപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പറഞ്ഞത് ഇത് മറ്റൊരു സർക്കാർ, ഇനി വരാൻ പോകുന്ന സർക്കാരിൻ്റെ ബാധ്യതയാക്കി മാറ്റി പോകാനുള്ള തീരുമാനമാണ്, അതാണ് ഈ പ്രഖ്യാപനം എന്നാണ് പറയുക. ബാധ്യത എന്ന വാക്കാണ് അവിടെ പ്രയോഗിച്ചത്. സംസ്ഥാനത്തെ ഒരു പൗരനും ബാധ്യത അല്ല എന്നുള്ള വിശാലമായൊരു കാഴ്ചപ്പാട് LDF സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നാളെ നടക്കാൻ പോകുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന കേരളം എന്ന് പറയുന്നത്, അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്നത്. അവിടെ 64,006 കുടുംബങ്ങളെ കണക്കിലെടുക്കുക, വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളോടെ മാനദണ്ഡങ്ങളോടെ 64,006 പേരെ കണ്ടെത്തുമ്പോൾ അതിനെതിരെ വാളോങ്ങിക്കൊണ്ട് വരികയാണ്. ഈ കണക്കെടുപ്പ് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ പ്രതിപക്ഷം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും തെറ്റല്ലെന്ന് തോന്നുന്നു. നോക്കൂ, ഈ കേരളം ദാരിദ്ര്യ മുക്തം ആണ് എന്ന് നാളെ പ്രഖ്യാപനം നടത്തുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ഇത് സെപ്റ്റംബർ 20-ാം തീയതി പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം പോലെ ഒരു തട്ടിപ്പായി മാത്രമേ ഇതിനെ കണക്കാക്കാൻ കഴിയത്തുള്ളൂ. കാരണം ഇത് ഇടതുപക്ഷ സർക്കാരിന് കൂടുതൽ വിമർശനങ്ങളെ ഇത് ക്ഷണിച്ചു വരുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം 2021-22 ബഡ്ജറ്റിലെ ബഹുമാനായ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ 5 ലക്ഷത്തോളം അതിദാരിദ്ര്യരുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 60,000 കുറഞ്ഞതിന്റെ മാനദണ്ഡം എങ്ങനെയാണ്? അത് കുറഞ്ഞ് കണ്ടെത്തിയത് എങ്ങനെയാണ്? ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് കേന്ദ്രം ഒരുക്കിയ ഒരു കെണിയിൽ സംസ്ഥാന സർക്കാർ വീണിരിക്കുകയാണ്. പാവപ്പെട്ടവരെ സഹായിക്കാൻ ലഭിക്കേണ്ടുന്ന ധാരാളം പരിപാടികളും നടപടികളിലും കേന്ദ്ര സഹായം ലഭിക്കേണ്ടത് അതിദാരിദ്ര്യ മുക്തം എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമുക്ക് ലഭിക്കാതിരിക്കുകയാണ്. ഞാനിത് കേന്ദ്ര സർക്കാരിന്റെ കെണിയാണെന്ന് പറയാൻ കാര്യം, അതിദാരിദ്ര്യത്തിന്റെ MPIയുടെ കണക്കനുസരിച്ച് മൾട്ടി പ്രോപ്പർട്ടി ലെവൽ അതിന്റെ ആ ഒരു സ്കെയിൽ അനുസരിച്ചിട്ട് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അതിൽ ഏറ്റവും കുറവാണ് നമ്മുടെ സംസ്ഥാനം. 2019-21 0.55% നമ്മൾ ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്താൻ പോകുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ലിസ്റ്റില് ഈ ഇൻഡെക്സിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ബീഹാറാണ്, 33.76%. അതുപോലെ UP 22.93%. അതുപോലെ മധ്യപ്രദേശ് 20.63%. ഇങ്ങനെ പോവർട്ടി ലെവലിൽ കൂടുതൽ നിൽക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് അറിയാമോ? കേന്ദ്രത്തിന്റെ ഏറ്റവും കൂടുതൽ ധനസഹായം ആ സംസ്ഥാനങ്ങൾക്കാണ് കിട്ടുന്നത്. ഇപ്പൊ 15ാം ധനകാര്യ കമ്മീഷന്റെ അവാർഡ് നമുക്ക് ഈ ഏപ്രിലിൽ ലഭിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വലിയ സാമ്പത്തിക നഷ്ടമാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ അതിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് ലഭിക്കേണ്ട കേന്ദ്ര സഹായം നഷ്ടമാകും. കാരണം ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് താങ്കൾ പറഞ്ഞതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന് താങ്കൾ ആദ്യം പറഞ്ഞത് ഇത് മറ്റേ ആഗോള അയ്യപ്പ സംഗമം പോലെ ഒരു തട്ടിപ്പായി മാറുമോ എന്നുള്ളതാണ് താങ്കൾ ആദ്യം ഉന്നയിച്ചൊരു വിമർശനം. രണ്ടാമത് നമ്മളങ്ങനെ ഈ അതിദാരിദ്ര്യമുക്തമായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട പല സാമ്പത്തിക സഹായങ്ങളും ലഭിക്കില്ലല്ലോ എന്ന് പറയുന്ന ഒരു വല്ലാത്ത കാഴ്ചപ്പാട് താങ്കൾ മുന്നോട്ട് വെച്ചു. അതായത് നമുക്കറിയാം, കേന്ദ്രം എന്ന് പറയുന്ന ഈ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ എവിടെയൊക്കെയാണ് വെട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന് അർഹമായ സാമ്പത്തിക വിഹിതം പോലും നൽകാതിരിക്കുമ്പോഴാണ് കേരളം ഈ നേട്ടങ്ങൾ കയ്യെത്തി പിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അവിടെ താങ്കൾ പറയുന്ന താങ്കളുടെ ന്യായം ഒരു തരത്തിലും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ നമ്മൾ കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ സഹായങ്ങൾ കിട്ടാതാവും. അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ സഹായം എവിടെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? നേരത്തെ 15ാം ധനകാര്യ കമ്മീഷൻ അവാർഡ് ചെയ്ത 3.98 ഇതിന് 16ലേക്ക് എത്തുമ്പോൾ 1.9 ഇനി അതിലും കുറയുമോ എന്നുള്ള ആശങ്കയിൽ നിൽക്കുകയാണ്. അവിടെ കേരളം ഈ കടം എന്ന് പറയുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രതിസന്ധികൾക്കിടയിൽ നിന്നാണ് ഈ നേട്ടങ്ങൾ കയ്യെത്തിപ്പിടിക്കുക. അവിടെ സങ്കുചിതമായ രാഷ്ട്രീയവും ഇരുട്ടുകൊണ്ട് ഓട്ടടയ്ക്കലും ശരിയല്ല ശ്രീ റജി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നോക്കൂ, ഈ സാമ്പത്തികമായി മനുഷ്യർ തമ്മിലുള്ള അന്തരം ലഘൂകരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് തത്വശാസ്ത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യങ്ങളിലൊന്ന്. ഇവിടെ നമ്മുടെ ഈ 2021 പ്രകടന പത്രികയിൽ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത് 700 രൂപ വെച്ച് പെർ ഡേ കൊടുക്കും എന്നുള്ളതാണ്. അതായത് ഒരു ദിവസത്തെ ഒരു തൊഴിലാളിക്ക് കൂലിയായി 700 രൂപ കൊടുക്കുമെന്നുള്ളതാണ്. അത് ഈ നീതി ആയോഗിന്റെ ഏറ്റവും പുതിയ പോവർട്ടി ഇൻഡെക്സ് അനുസരിച്ച് 190 രൂപ ലഭിച്ചാൽ അയാളെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന
അതിദാരിദ്ര്യ പട്ടികയിൽ നിന്ന് മുക്തമാകും. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ആശാ വർക്കർക്ക് ഒരു ദിവസം അല്ല ശ്രീജി, താങ്കൾ പറഞ്ഞതിനകത്ത് സാരമായ ചില വിഷയങ്ങളുണ്ട്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഈ 700 രൂപ 700 അല്ല 850 പോയിട്ടുണ്ട് കേരളത്തിന്റെ പ്രതിദിന വേതനം. അല്ല, അതിനകത്ത് ശ്രീറജി താങ്കൾ പറഞ്ഞതിനകത്ത് ഈ 64,006 എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലും ഏതെങ്കിലും പദ്ധതികൾ ലഭിക്കാത്തവർ, ഈ അരികുവൽക്കരിക്കപ്പെട്ടു പോയവരെ കണ്ടെത്തി അങ്ങനെ അരിക്കൽ പ്രക്രിയ നടത്തി തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയാണ് 64,006 പേരെ കണ്ടെത്തിയത്. ഒരാൾ പോലും ഒരു സഹായം ലഭിക്കാതെ പോകരുത് എന്നുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ട്.